കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാം എൻ്റെ വന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലവും നമുക്ക് ജീവനോടെ ഇരുന്ന് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന ഭാഗ്യ പദവിക്കായി സ്തോത്രം ചെയ്യാം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയാ സ്തോത്രം, നമ്മുടെ ഈ മണ്ണാകുന്ന ഈ ശരീരവും കർത്താവ് തന്ന ആത്മാവും കൂടി ചേർന്ന് അതേ സ്തോത്രം ഒരു നിശ്ചിത പരിധി വരെ, ഒരു കാലയളവ് വരെ നമ്മൾ ജീവിച്ചിരിക്കും. ആ ജീവിച്ചിരിക്കുന്ന ആമേൻ സ്തോത്രം, ആ കാലഘട്ടം വരെയും അത് എത്രയാണോ അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ അത്രയും ആ നിമിഷം വരെയും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ, നീതിയോടെ, വിശുദ്ധിയോടെ, നിഷ്കളങ്കതയോടെ ജീവിക്കുന്നവരെ ചേർക്കാനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കർത്താവിനെ ഈ പ്രവാസകാലം ഭയത്തോടും വിറയിലോടും നമുക്ക് കഴിച്ചുകൂട്ടി ആ ദൈവത്തെ നമുക്ക് ഇടവിടാതെ പ്രാർത്ഥിക്കാം. ഉണർന്നിരുന്ന് നമുക്ക് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി അവനെ പാടി ആരാധിക്കാം. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമുക്കറിയാവുന്ന ഒരു പാട്ട്, ഹല്ലേലൂയ, എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ടാണ് ഞാൻ പാടുന്നത്. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ സ്തോത്രം പാടാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, ആൻറ്റി ഈ ദിവസങ്ങളിലൊക്കെ പഴയ പാട്ടുകൾ കേട്ടിട്ട് ഒത്തിരി നാളായി, പഴയ പാട്ട് കേൾക്കാൻ ആൻറ്റിയിൽ കൂടെ ഞങ്ങളെ ദൈവം സഹായിച്ചല്ലോ, അത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പോൾ ഈ പഴയ പാട്ടുകളൊന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തോ പരിശുദ്ധാത്മാവ് എനിക്ക് ഹേമം തരുന്നത് മൊത്തം ഈ പഴയ പാട്ടുകൾ. പുതിയ പാട്ട് കൊള്ളത്തില്ലെന്നല്ല പറഞ്ഞത്, എല്ലാം അതിൻ്റേതായ ആ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ട് സ്തോത്രം, എല്ലാ പാട്ടും ദൈവത്തെ പാടി സ്തുതി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ത് നമ്മൾ പാടിയാലും അത് ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. ഞാനോ കുറയണം, നീയോ വളരണം. യേശുവിനോട് സ്തോത്രം യോഹന്നാൻ പറഞ്ഞതുപോലെ നമുക്ക് കർത്താവിനെ ഇന്ന് പകൽക്കാലവും പാടി സ്തുതിക്കാം. സങ്കടമുള്ളവർ, വേദനയുള്ളവർ, പ്രതികൂലമുള്ളവർ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആമേൻ സ്തോത്രം, ഞാൻ നിങ്ങളെ കൂടെയുണ്ട്, നമുക്ക് ഒരുമിച്ച് കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ കർത്താവിനെ പാടാം. ഈ പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിനകത്തെ ലിറിക്സുകൾ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി പാടുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകും. ആത്മാവിൽ നമുക്ക് പാടാം. ഹല്ലേലൂയ. യേശു എന്ന ഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. യേശു എന്ന ഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. എന്നെ ശുദ്ധീകരിച്ചിടാൻ ബാലശിക്ഷ നൽകിയ, എന്നെ ശുദ്ധീകരിച്ചിടാൻ ബാലശിക്ഷ നൽകിയ താതനു നന്ദി കരേറ്റും, ഹല്ലേലൂയ പാടിടും. താതനു നന്ദി കരേറ്റും,
നാട്ടിൽ ചേരും സ്വർഗവീട്ടിൽ ഞാൻ. ആകുലങ്ങളില്ല നാട്ടിൽ ചേരും സ്വർഗവീട്ടിൽ ഞാൻ. യേശു എന്ന ഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. യേശു എന്ന ഭയകേന്ദ്രം, മാറ്റമില്ല സ്നേഹിതൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. സ്തോത്രം സ്തുതികൾക്കു യോഗ്യൻ, വാഴ്ത്തും നിന്നെ എന്നും ഞാൻ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. ഈ പാട്ട് ഞാൻ പാടിയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഹൃദയം തകർന്നാണ് ഞാൻ പാടിയത്. ആമേൻ, സ്തോത്രം. അത് അകത്തോട്ടത് ആ ആത്മാവിൽ പാടിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മനുഷ്യരുടെ മുമ്പിൽ എങ്ങനെ കരയുന്നേ, അതുകൊണ്ട് ഞാൻ കരയാതിരിക്കുക. എങ്കിലും ഞാൻ പറയട്ടെ, ഹൃദയത്തിനകത്തുനിന്ന് തകർന്ന് നുറുങ്ങിയ ഹൃദയത്തോടെ നമ്മൾ ആ പാട്ടങ്ങോട്ട് പാടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആത്മസാന്നിധ്യം കൊണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. ആമേൻ, സ്തോത്രം. ആ അത്യന്ത ശക്തി നമ്മുടെ അകത്ത് വരുമ്പോൾ എന്തിനാ ദൈവമക്കളെ ഭാരപ്പെടുന്നേ? നിങ്ങൾ ഏത് പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നത് ഇന്ന് പകൽക്കാലം? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നതൊക്കെയും ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതേ സ്തോത്രം അനേകർ വിളിക്കുമ്പോൾ അവരുടെ ഭാരങ്ങൾ പ്രയാസങ്ങൾ പറയുമ്പോൾ അവർ പറയാറുണ്ട്, ആൻറ്റി എനിക്കൊരു സ്വന്തം സിസ്റ്ററെ കിട്ടിയ പോലൊരു സന്തോഷമാണെന്ന്. അമ്മേൻ, സ്തോത്രം. ഒരു സ്വന്തം ആൻറ്റിയെ കിട്ടിയതുപോലൊരു സന്തോഷം. അതെ, ഈ കാലഘട്ടത്തിലും ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കി, അതെ സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ടി കരയുവാൻ ആൻറ്റിയെ ദൈവം തയ്യാറാക്കിയല്ലോ എന്ന്. അമേൻ, സ്തോത്രം. ഞാൻ അതിൽ പുകഴ്ച ഒന്നും വിചാരിക്കുന്നില്ല, അതിൽ ഞാൻ വലിയ അതേ സ്തോത്രം സന്തോഷിക്കുന്നില്ല. മീൻസ് പക്ഷേ അവരുടെ ആ തകർച്ചയിൽ എനിക്ക് അവരോട് ചേർന്നിരുന്ന് അവരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നല്ലോ എന്നൊരു സന്തോഷം എൻ്റെ മുന്നിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ ഞാൻ അങ്ങ് ചെയ്തത് കൊണ്ടാണ് അത് ഞാൻ എന്തോ സംതിങ്, അതല്ല. ഹല്ലേലൂയ. ഒരു കാലത്ത് ഞാൻ തകർന്ന് തരിപ്പണമായപ്പോൾ എൻ്റെ വേദന വേറൊരു വ്യക്തിയോട് പറയാൻ കഴിയാതെ, അന്ന് ഈ മാധ്യമങ്ങളൊന്നും ഇല്ല ദൈവത്തിൻ്റെ മക്കളെ. അപ്പോൾ സ്തോത്രം, ആ വേദന ഒരു ഭൂമിയിൽ ഒരു മനുഷ്യരോടും എനിക്ക് പറയുവാനില്ലായിരുന്നു. ഹല്ലേലൂയ. പ്രസവിച്ച മാതാവിന് സ്നേഹമില്ലേ? ആ അമ്മയ്ക്ക് നമ്മളെ നോക്കാൻ ആ അമ്മ പോലും മാറി നിന്ന സമയം എൻ്റെ മുന്നിലുണ്ട്. ഹല്ലേലൂയ. അതെന്തിനാ അങ്ങനെ മാറ്റി നിർത്തിയ? ഇന്ന് നിങ്ങളെ ചേർത്ത് പിടിക്കാനാണ്. ഒരു ഹല്ലേലൂയ പറ, ദൈവത്തിനൊരു മഹത്വം പറ. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ എവിടെ ഒറ്റപ്പെടുന്നോ, ഏതൊക്കെ വിഷയത്തിനകത്ത് നമ്മൾ നിന്ദാപാത്രമായി തീരുന്നോ, ഏതൊക്കെ വിഷയത്തിൽ നമ്മൾ ഭാരപ്പെട്ട് തകർന്ന ഹൃദയത്തിനകത്ത് നെഞ്ചിലെ ഭാരം കൊണ്ട്, ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ, അസ്വസ്ഥത കൊണ്ട് ആരെങ്കിലും ഇന്നായിരിക്കുന്നു, നിങ്ങളെ ഭരിക്കുന്ന ഏതെങ്കിലും വിഷയങ്ങളായിക്കോട്ടെ, ഇന്നലെയൊക്കെ സ്തോത്രം വളരെ ഞാൻ എന്നും പറയുന്നത് പോലെ സാമ്പത്തിക തകർച്ചയിലുള്ളവർ ആ ഒരു 100-98 പേരും. ചിലർ കുടുംബജീവിതം തകർത്ത. ഇതാണ് എൻ്റെ മുന്നിൽ എന്നെ വിളിക്കുന്നവർ മൊത്തം. എന്താണോ എന്നെ ഈ പ്രശ്നമുള്ളവർ മാത്രം വിളിക്കുന്നത്, ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആണോ ഞാൻ? ഒരിക്കലുമല്ല. കർത്താവ് ഹല്ലേലൂയ ഇവിടെ വന്നപ്പോൾ ഓൾറൗണ്ടർ പണിയാണ് ചെയ്തത്. ഹല്ലേലൂയ. ആ കർത്താവ് പോകാൻ നേരത്ത് പറഞ്ഞു, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യുമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ വിശ്വസിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ കൊടുക്കുക, നിങ്ങൾക്ക് കഴിയാത്ത കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക. നേരത്തെയൊക്കെ വിഷയത്തെ ബേസ് ചെയ്ത് എൻ്റെ ഹൃദയം തകർന്നാണ്. ഞാൻ നിങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. കാരണം ഭാരപ്പെടുന്ന ദൈവമക്കളെ ഓർത്താണ് കേട്ടോ. എല്ലാവർക്കും ആ ഭാരം ഉണ്ടാകണമെന്നില്ല. എല്ലാവർക്കും ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ സന്തോഷം കണ്ടെത്തി അവരതിനകത്ത് ജീവിക്കുന്നവരായിരിക്കാം. ഒരു ഭാഗം തകർന്നു കിടക്കുന്നവർ, ഒരു ഭാഗം ഹല്ലേലൂയ, സ്തോത്രം, നല്ല അതേ സ്തോത്രം ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിൽ സന്തോഷിക്കുന്നവരുണ്ട്, അല്ലാതെ ലോകപരമായിട്ട് സന്തോഷിക്കുന്നവരുണ്ട്. വിവിധ മേഖലകളിൽ
സ്ഥലങ്ങളിൽ കഴിയുന്ന അതേ സ്തോത്രം മാനവരാശി ഉള്ളപ്പോൾ ഇത് ലോകം മൊത്തം ഞാൻ ഈ പറയുന്ന മെസ്സേജ് അതേ സ്തോത്രം സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ട് അതേ സ്തോത്രം എല്ലാ വ്യക്തികൾക്കും സകല ജനത്തിനും കർത്താവ് അറിയിക്കാൻ, സുവിശേഷം അറിയിക്കാൻ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചുവെങ്കിൽ ആമേൻ സ്തോത്രം, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ, ഭാരപ്പെടാതെ, നിങ്ങൾ അസ്വസ്ഥതപ്പെടുന്ന പ്രയാസപ്പെടുന്ന, ഒരുപക്ഷേ എനിക്ക് ആൻറ്റി ഞാൻ ഇന്ന രാജ്യത്തിൽ നിൽക്കുക, ഒരുപക്ഷെ എനിക്ക് എന്ന് വരാൻ പറ്റിയായിരുന്നെങ്കിൽ ആൻറ്റിയുടെ അടുത്ത് വന്നിരുന്ന് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കായിരുന്നു, നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടൊന്ന് പ്രാർത്ഥിക്കായിരുന്നു എന്ന് പറഞ്ഞ പല ദൈവത്തിൻ്റെ മക്കളുണ്ട്. ഞാൻ പറയുന്നത്, ദൈവമക്കളെ, നിങ്ങൾക്ക് മേൽസൂത്രം വേറൊരു രാജ്യത്താണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ദൈവം സർവശക്തനും സർവജ്ഞനും സർവ്വവ്യാപിയുമാണ്. അപ്പ ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് നിങ്ങളുടെ കഷ്ടത്തെ ഓർത്ത്, വേദനയെ ഓർത്ത് അമേൻ ഭാരപ്പെടുമ്പോൾ സർവ്വവ്യാപിയായ ദൈവം നമ്മളെ ഒരുമിച്ച് നമ്മുടെ നമ്മൾ രണ്ട് സ്ഥലത്ത് നിൽക്കുമ്പോൾ ദൈവം സർവ്വവ്യാപിയാകയാൽ നമ്മൾ ഒരു മനസ്സോടാണ് ഇരിക്കുന്നത്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഭാരപ്പെടാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഗൈഡ് ചെയ്യുവാൻ നിങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞത്, കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ആരെ പേടിക്കണം? ദൈവം നമ്മുടെ സങ്കേതവും ബലവും അല്ലേ? ഞാൻ എന്നും നിങ്ങളോട് ഈ വിഷയം ഷെയർ ചെയ്യുന്നത് പറഞ്ഞാൽ, പൗലോസ് അപ്പോസ്തലൻ ഏതൊക്കെ തരത്തിലുള്ള കഷ്ടങ്ങൾക്കകത്തൂടെ കടന്നുപോയത്. ഇപ്പം ഞാൻ ഓർക്കുക, ആമേൻ സ്തോത്രം, എത്ര ഹല്ലേലൂയ, ഒരു ദമസ്കോസ് ചെല്ലുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിരുന്ന പൗലോസ് ശരിക്കും പറഞ്ഞാൽ യേശുക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ഒരു ശുശ്രൂഷകൻ, ഏറ്റവും വലിയ ഒരു ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാക്കി മാതൃകയാക്കാൻ എനിക്ക് പൗലോസ് അപ്പോസ്തലനെയാണ് കഴിയുന്നത്. ഞാൻ പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷകളെയൊക്കെ കേൾക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് എൻ്റെ അകം, അതാണ് എന്നെ ഒത്തിരി, എൻ്റെ കർത്താവ് ചെയ്തത് ആദ്യം എന്നെ അകത്തോട്ട് കയറ്റും. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും പ്രതീക്ഷിച്ചല്ല നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. അവരുടെ തകർച്ച, അവരുടെ വേദനയെ മനസ്സിലാക്കാനാണ് നമ്മൾ തകർക്കപ്പെട്ടത്. ഇന്ന് നീ കടഭാരത്തിനകത്തൂടെ പോകുന്നുവെങ്കിൽ അനേക കടഭാരത്തിൽ സ്തോത്ര സൂയിസൈഡ് ചെയ്യുവാൻ, അല്ലെ ആത്മഹത്യ ചെയ്യുവാൻ മുന്നിൽ കിടക്കുന്നവർ, അല്ലെങ്കിൽ ഹല്ലേലൂയ അങ്ങനെ തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാനാണ് നിന്നെ കടഭാരത്തിനകത്തൂടെ കൊണ്ടുപോകുന്നത്. നിന്റെ കുടുംബ ജീവിതത്തിൽ നിനക്ക് അസ്വാരസ്യങ്ങളും സ്വസ്ഥതയും ഇല്ലാതെ എന്തിനാ ഇതിങ്ങനെ ജീവിതം തന്നത്? ഇങ്ങനൊരു ജീവിതം എന്നെ മനസ്സിലാക്കാത്ത ഒരു കുടുംബ ജീവിതത്തിനകത്ത് ഞാൻ എന്തിനാ കർത്താവേ ഇതിനകത്ത് ഇനി എൻ്റെ ജീവൻ, ഏലിയാവ് പറഞ്ഞ പോലെ എൻ്റെ ജീവനെ അങ്ങ് എടുക്കണേ എന്ന് പറയുവാനല്ല നിന്നെ വിളിച്ചത്. അമ്മേൻ സ്തോത്രം, ആ തകർച്ചയിൽ, കുടുംബ തകർച്ചയിൽ, അമ്മേൻ അസ്വസ്ഥതയിൽ, തലമുറകളുമായിട്ടുള്ള ബന്ധത്തിൽ നീ തകർന്നിരിക്കുകയാണെങ്കിൽ നിനക്ക് അതുപോലുള്ള കുറെ മേഖലകളെ അമ്മേൻ സ്തോത്രം ഫേസ് ചെയ്ത് ആ മേഖലകളെ കർത്താവിൽ ഉയർത്താനാണ് നിന്നെ ഈ കഷ്ടത്തിൽ കൂടെ കൊണ്ടുപോകുന്നത്. നീ ഭാരപ്പെടാതെ ദൈവ പൈതലേ. ഹല്ലേലൂയ. ഞാൻ നിന്റെ അടുത്ത് വന്നിരുന്ന് പറയുന്നത് പോലെ ഞാൻ നിങ്ങളെ ചേർത്ത് പിടിച്ച് ഞാൻ സംസാരിക്കുന്ന പോലെ നിങ്ങളോട് സംസാരിക്കുകയാണ്. ചിലപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ചില ജീവിതത്തില് അസ്വസ്ഥതകള്, കയ്യേറ്റം ഉണ്ടാകാം. ഹല്ലേലൂയ. ശരീരം ഭിത്തിയോട് ചേർത്ത് സ്തോത്രം ചില വ്യക്തികള് ചേർത്ത് പിടിച്ച് എന്നെ, ആന്റി ഒരു ശൗല് ദാവീദിനെ കൊല്ലുവാൻ വന്നതുപോലെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ കണ്ടതിന്റെ പേരിൽ എന്നെ പീഡിപ്പിക്കുന്ന എൻ്റെ കുടുംബമുണ്ട്. സ്തോത്രം, അതെനിക്ക് വെളിയിൽ പറയുവാൻ കഴിയുന്നില്ല ആന്റി, അത് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഞാൻ യേശുവിനുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് യാത്ര ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് എന്നോട് സന്തോഷം ഇല്ല. എന്റെ ശുശ്രൂഷയിൽ അദ്ദേഹം വളരെ എന്നെ കഷ്ടപ്പെടുത്തുകയാണ്. അല്ലെ വൈഫ്, ഞാൻ വൈഫ് അറിയാതാണ് ഞാൻ ചർച്ചയിൽ പോകുന്നത് ആന്റി, എനിക്ക് വൈഫ് അറിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നമാണ്. എന്റെ യേശുവിനെ ഞാൻ എന്ന് കാണാൻ തുടങ്ങിയോ അന്ന് മുതൽ എന്നെ കഷ്ടപ്പെടുത്തുക എന്ന് പറയാം. ദൈവത്തിന്റെ പൈതലെ, ദൈവം ഒരിക്കലും കഷ്ടപ്പെടുത്തുന്ന ദൈവമല്ല. നീ യേശുവിനെ കണ്ടതുകൊണ്ട് നിന്റെ കഷ്ടത നിനക്ക് വർദ്ധിച്ചെന്ന് പറയരുത്. കഷ്ടത മാറി സന്തോഷം, ആ നിത്യ സന്തോഷത്തിന്റെ ആ നിത്യ സന്തോഷം അനുഭവിക്കാൻ നീ ഭൂമിയിൽ ചില പ്രതികൂലങ്ങൾക്കകത്തൂടെ കടന്നു പോയെങ്കിലേ ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ പൊന്നുപോലെ പുറത്തു വരണമെങ്കിൽ ചിലതിനെ പ്രതികൂലമാക്കി വെക്കും. ആമേൻ സ്തോത്രം. അത് യോശുവയുടെ മുണ്ട് മുഷിഞ്ഞെന്ന് സ്വർഗത്തിൽ ചെന്ന് പിശാച് പറഞ്ഞെങ്കിൽ നമുക്കിവിടെ സ്വസ്ഥത തരുമോ? പറ.
നമ്മളെ തകർച്ചയിലും ഉഴൽച്ചയിലും നമ്മളെ കൊണ്ടു നടക്കുമ്പോഴും അമ്മേ നമ്മുടെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. നമ്മുടെ അപ്പൻ്റെ കരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഭാരപ്പെടാതെ. നീ ഇന്ന് ഏത് വിഷയത്തിലാണ് കടന്നു പോകുന്നത്? ഇന്ന് നിന്നെ തകർക്കാൻ നോക്കുന്ന പിശാച് നിന്നെ പല വിഷയത്തിനകത്ത് നിന്റെ ആത്മീയ ചോർച്ച നിനക്ക് സംഭവിപ്പാൻ, നിരാശ വന്നിട്ട്, കഷ്ടം വന്നിട്ട്, പ്രതികൂലം വന്നിട്ട് നിന്നെ തകർക്കാൻ നോക്കി ഈ ദൈവത്തെ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല, ഈ ദൈവത്തിൽ നിന്ന് ഞാൻ അങ്ങ് മാറി നിൽക്കാൻ, വിളിച്ചിട്ടെല്ലാം കഷ്ടത മാത്രം എന്ന് പറയുന്ന ചില വ്യക്തികൾ എന്നെ വിളിച്ചു. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. നീ തന്നെയല്ല യാത്ര ചെയ്യുന്നത്. നീ ദുർഘട മേടുകൾ കടന്നു പോകുമ്പോൾ നിന്റെ കൂടെ അപ്പ കൂടെയുണ്ട്, യേശുപ്പച്ചൻ കൂടെയുണ്ട്. വിഷമിക്കാതെ. ഹല്ലേലൂയ. അതേ, കർത്താവിൻ്റെ ഏത് വ്യാകുലം നേരിട്ടാലും ഭാരമുള്ളിൽ വന്നാലും ആമേൻ സ്തോത്രം, ഭാരപ്പെടാതെ കർത്താവിൽ ആശ്രയിക്ക്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പാടിയ പാട്ട് കേട്ടെ, യേശു നമ്മുടെ അഭയ കേന്ദ്രമാണ്, അവൻ നമ്മുടെ സങ്കേതമാണ്, അവൻ നമ്മുടെ ശൈലമാണ്, കോട്ടയാണ്, പാറയാണ് നമ്മുടെ കർത്താവ്. ശത്രുവിൻ്റെ ആരവ നിമിത്തവും ദുഷ്ടന്റെ പീഡ നിമിത്തം നമ്മൾ വല്ലാതെ പൊറുതിയില്ലാതെ ഞരങ്ങുമ്പോഴും ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കർത്താവിൻ്റെ ദൂത സഞ്ചയം നമ്മുടെ കൂടെയുണ്ട്. നീ നിലംപരിചാകാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ ഉള്ളം കരത്തിൽ നിന്നെ താങ്ങി നീ നിലംപരിചാകാൻ അനുവദിക്കുകയില്ല. അമേൻ സ്തോത്രം. ഹല്ലേലൂയ. കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, എങ്കിലും ഞാനത് പറയുന്നില്ല. അമേൻ സ്തോത്രം. അങ്ങ് മേളിൽ ഉയരത്തീന്ന് അതിനെ താഴോട്ടിടുമ്പോൾ പാറയെ ചെന്ന് അടിച്ചത് ചിതറിപ്പോകാതിരിക്കാൻ പാറയുടെ അടുത്ത് വന്നിട്ട് അതിനെ താങ്ങിയ കഴുകനെ അമേൻ സ്തോത്രം, അതിന്റെ കുഞ്ഞിനെ കുറിച്ച് വിചാരമുണ്ടെങ്കിൽ നിന്നെ കുറിച്ച് വിചാരമില്ലേ ദൈവ പൈതലേ? ഹല്ലേലൂയ. നീ നിലംപരിചാകാൻ അനുവദിക്കത്തില്ല. നീ ഏത് പ്രതികൂലത്തിലാണോ കടന്നു പോകുന്നത് ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ സ്തോത്രം, നിന്നെ മാറോട് ചേർത്ത് നിന്നെ മടിയിലിരുത്തി ലാളിക്കുന്ന ഒരു യേശു കർത്താവ്, ദയയുള്ള, കരുണയുള്ള, അതേ മഹാദയുള്ള, ദീർഘക്ഷമയുള്ള ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വന്തം വീട്ടിൽ പോകണ്ടേ? നമ്മുടെ അപ്പൻ്റെ വീട്ടിൽ പോകണ്ടേ? ഇത് നമ്മുടെ ആത്മാവിന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ഒരവസ്ഥയാണ് ഈ ശരീരം വിട്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ശരീരം വിട്ടുപോകുന്നത് വരെ ദൈവത്തിൻ്റെ കൃപയ്ക്കൊത്തവണ്ണം ജീവിപ്പാൻ അപ്പാ എന്നെ വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് പ്രതിസന്ധികളായിക്കോട്ടെ, ദൈവം അറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരു തലമുടി പൊഴിഞ്ഞു പോകത്തില്ല. എത്ര എണ്ണം ഉണ്ടെന്ന് കർത്താവിന് എണ്ണമുണ്ട്, നമുക്ക് എണ്ണം അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, എത്ര പ്രശ്നങ്ങളും, അതെ ഭൂമി മാറിപ്പോയിക്കോട്ടെ, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണോട്ടെ, അമേൻ സ്തോത്ര, ഭൂമി മാറിപ്പോകട്ടെ, അമേൻ. ഇതിനെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. ആ ദൈവം നമ്മുടെ കൂടെ ഉള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ഹല്ലേലൂയ ദൈവത്തെ, അതെ എത്ര പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും, അതെ വ്യാകുലങ്ങളും ഭാരങ്ങളും ഒക്കെ നേരിട്ടാലും നമുക്ക് നമ്മുടെ സ്വർഗീയ അമേൻ ആ ഭവനത്തിൽ എത്തിപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ ഈ ദിവസങ്ങളിൽ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിൽപ്പാനുള്ള ദൈവകൃപ തരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും കണ്ണടച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഏത് വിഷയത്തിലാണോ നിങ്ങൾ കടന്നു പോകുന്നത് അവിടെ നിൽക്കാനുള്ള ദൈവകൃപയും ചിലപ്പോൾ ആ പ്രശ്നം ഇപ്പോൾ തന്നെ എടുത്ത് മാറ്റാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കർത്താവ് നമുക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമാണ് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, നിന്റെ മക്കളെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ, ഒരാത്മാവോടെ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് നിന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ട് അമേ സ്തോത്രം, ഭൂമിയിലുള്ള കഷ്ടതകളെ, പ്രയാസങ്ങളെ, പ്രതികൂലങ്ങളെ കണ്ട് അമേ സ്തോത്രം വ്യാകുലപ്പെട്ട് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ഇരിപ്പാനല്ല കർത്താവ് ഞങ്ങളെ വിളിച്ചത്. ഞങ്ങൾക്കൊരു നിത്യ ഭവനമുണ്ട്. ആ ഭവനത്തിൽ പോകാനുള്ള ഒരു ഒരുക്കമാണ്. അതിനായി ഒരുങ്ങുവാനും മറ്റുള്ളവരെ ഒരുക്കുവാനും ഞങ്ങളെ വിളിച്ചെങ്കിൽ ആ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നിൽപ്പാനുള്ള ദൈവകൃപ തന്ന് ഞങ്ങളെ ഇന്ന് പകൽക്കാലവും വഴി നടത്തണമേ. നിന്റെ കുഞ്ഞുങ്ങൾ എത്ര കഷ്ടം വന്നാലും അതേ സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് കഷ്ടതയിലും പാടുവാനും കഷ്ടതയിലും നിന്നോട് ചേർന്നിരിപ്പാനും അമ്മേ നീ എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലേലും എൻ്റെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുള്ള പ്രത്യാശയോട് ഒരുക്കത്തോട് ജീവിപ്പാൻ ഇന്ന് പകൽക്കാലവും ഞങ്ങൾക്ക് തന്ന ദൈവകൃപയ്ക്കായ സ്തോത്രം. നിന്റെ മക്കൾ കടന്നു പോകുന്ന ഏതൊക്കെ പ്രതികൂലമായിക്കോട്ടെ ആ പ്രതികൂലങ്ങളെ ചാടിക്കടക്കാനുള്ള ഒരു ആത്മശക്തി നിന്റെ മക്കൾക്ക് കൊടുത്തതിനായി നന്ദി. ഈ ദിവസങ്ങൾ ആ പ്രതികൂലങ്ങളെ അങ്ങ് എടുത്തു മാറ്റി സമാധാനവും സ്വസ്ഥതയും സന്തോഷവും അതേ സ്നേഹവും എല്ലാം നിന്റെ മക്കൾക്ക് കൊടുത്തതിനായി നന്ദി പറയുന്നു. പിന്നെയും കർത്താവെ വിശുദ്ധിയോട് നിഷ്കളങ്കതയോട് ജീവിപ്പാൻ പിന്നെയും കൃപ തന്നാട്ട്. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.